الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമുക്ക് ഇസ്ലാമിൽ നിയമങ്ങളും നിർദ്ദേശങ്ങളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതും നിരോധിച്ചതുമായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം, എന്താണ് നമ്മോട് ദീൻ പറയുന്നത് എന്ന് നാം പഠിക്കുകയും ചെയ്യണം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്ലാമിൽ തൊഴിലിനുള്ള പ്രാധാന്യവും തൊഴിൽ ഉടമകളും തൊഴിലാളികളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനമാണ്. വിവിധ രാജ്യങ്ങളിൽ ഈ ദിനം ആഘോഷിക്കുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽക്ക് അങ്ങനെ ഒരു ദിനം ആഘോഷിച്ചു വരുന്നുണ്ട് വിവിധ രാജ്യങ്ങളിൽ. നമ്മുടെ നാട്ടിലുമുണ്ടത്. അതിനൊരു കാരണവും ചരിത്രവുമുണ്ട്. അതുമായി ബന്ധിപ്പിച്ച് ഇസ്ലാമികമായ ചില കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഇന്ന് ആ വിഷയം സംസാരിക്കുന്നത്. 1866 അമേരിക്കയിൽ ചിക്കാഗോയിൽ അന്ന് ഒരു വലിയ സംഘം തൊഴിലാളികൾ സംഘടിച്ച് ആവശ്യങ്ങൾ ഉന്നയിച്ചു. തൊഴിൽ സമയം നിർണയിക്കണം. സമയം നിർണയിക്കാതെ രാപ്പകൽ കഷ്ടപ്പെട്ട് തൊഴിലെടുക്കാൻ വയ്യ. ആ തൊഴിലാളികൾക്ക് നേരെ മുതലുടമകളും ഭരണരംഗത്തുള്ളവരും അക്രമം അഴിച്ചുവിടുകയും ഒരുപാട് തൊഴിലാളികൾ കൊല്ലപ്പെടുകയും ചെയ്തു. ആ ഒരു ഓർമ്മ പുതുക്കാനാണത്രേ എല്ലാ കൊല്ലവും മെയ് 1 തൊഴിലാളി ദിനമായി ആചരിക്കുന്നത്. നമുക്കതിൽ പഠിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ് തൊഴിൽ, എന്താണ് തൊഴിലുടമ ചെയ്യേണ്ടത്, എന്താണ് തൊഴിലാളികൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒന്ന്, തൊഴിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. തൊഴിൽ ചെയ്യാതെ ജീവിക്കുക പ്രയാസമാണ്. കാരണം പണം വേണ്ടേ നമുക്കിവിടെ ജീവിക്കാൻ. ആർഭാടമില്ലെങ്കിലും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പണം വേണ്ടേ. ഭക്ഷണത്തിനും വസ്ത്രത്തിനും പാർപ്പിടത്തിനും ചികിത്സക്കുമൊക്കെ നമുക്ക് പണം വേണം. പണം ഉണ്ടാക്കാൻ ഇസ്ലാമിൽ പ്രോത്സാഹനവുമുണ്ട്. പണത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വലാ തുഅ്തു സുഫഹാ അംവാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അല്ലാഹു തആല നിങ്ങളുടെ നിലനിൽപ്പായി നിശ്ചയിച്ചിട്ടുള്ള പണം അത് കൈകാര്യം ചെയ്യാൻ തന്റെ ഇടമില്ലാത്തവർക്ക് കൊടുക്കരുത് എന്നാണ്. അതില് പണത്തെ വിശേഷിപ്പിച്ചതാണ് നിങ്ങളുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്, പണം നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന്. വെള്ളിയാഴ്ച ദിവസം ജുമാ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പള്ളിയിലേക്ക് വരണം.
അള്ളാഹുവിന്റെ ഉത്ബോധനത്തിലേക്ക് വരണം. ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്ഔ ഇലാ ദിക്രില്ലാഹ് വദറുൽ ബൈഅ. നിങ്ങളെ വ്യാപാരങ്ങളൊക്കെ നിർത്തിവെക്കണം, ജുമുഅക്കെത്തണം എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ എന്താ? ഫൈദാ ഖുദിയത്തി സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹ്. നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിൽ വ്യാപിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹം തേടിപ്പോവുക എന്നാണ്. വെള്ളിയാഴ്ച അല്ലേ, ജുമാ അല്ലേ എന്ന് വിചാരിച്ച് പകൽ മുഴുവനും രാത്രി മുഴുവനും പള്ളിയിലിരിക്കാൻ പറഞ്ഞിട്ടില്ല. നമ്മോട് പറഞ്ഞത് ജുമാ നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ പള്ളിയിലേക്ക് വരണം, അവിടെ ഉത്ബോധനം കേൾക്കണം. ദിക്റുല്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടുള്ള ഉത്ബോധനമാണ്, ഖുത്ബയാണത്. പിന്നെ നമസ്കാരം കഴിഞ്ഞാലോ ഫൈദാ ഖുദിയത്തി സ്വലാത്തു, നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് വ്യാപിക്കുക. എന്നിട്ട് വബ്തഗൂ മിൻ ഫളില്ലാഹ്, അള്ളാന്റെ അനുഗ്രഹം തേടിപ്പോവുക എന്നാണ്. അള്ളാന്റെ അനുഗ്രഹം പണം തന്നെയാണ്. നമുക്ക് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെയും ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഫളിൽ അന്വേഷിപ്പോണം എന്നാണ്. അതാണ് ഇസ്ലാമിന്റെ സമീപനം. നിഅമർ റജുലു സ്വാലിഹ് നിഅമൽ മാലു സ്വാലിഹ് ഫീ യദി റജുലിൻ സ്വാലിഹ്. ഒരു നല്ല മനുഷ്യന്റെ കയ്യിലുള്ള പണം എത്ര നല്ല പണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പണം ഉണ്ടായിട്ട് കാര്യമില്ല, ഒരു നല്ല മനുഷ്യന്റെ കയ്യിലുള്ള പണം അത് അയാൾക്കും കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും നാടിനും നാട്ടുകാർക്കും ഒക്കെ ഉപകാരപ്പെടും. അത് എത്ര നല്ല പണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരു സഹാബിയുടെ കൈ, പരുക്കൻ കൈകൾ, തഴമ്പുള്ള കൈകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കേണ്ടായി. ഒരു തൊഴിലാളിയുടെ പണിയെടുത്ത പരുക്കൻ അതിൽ തഴമ്പ് വന്നേ. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണെന്നറിയോ? അങ്ങനെ ചുംബിച്ചിട്ട് പറഞ്ഞു, ഹാദിഹി യദുൻ യുഹിബ്ബുഹുല്ലാഹു തആല, അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ഒരു കൈയാണിത് എന്ന്. എന്നാൽ ജോലി ചെയ്ത് തഴമ്പിച്ച കൈയ്യ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കുകയും ഇത് അല്ലാഹുക്ക് ഇഷ്ടപ്പെട്ട കൈയാണ് എന്ന് പറയുകയും ചെയ്തു. മറ്റൊരു റിപ്പോർട്ടിലുണ്ട്, ഹാദിഹി യദുൻ ലാ തമസ്സുഹുൻ നാർ, ഈ കയ്യ് നരകം സ്പർശിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ കാര്യങ്ങളൊക്കെ അനുഷ്ഠിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ അധ്വാനിക്കുകയും കൂടി ചെയ്യുന്നതിന്റെ പ്രാധാന്യമാണ് ആ കാണിച്ചിട്ടുള്ളത്. അത്ര പ്രാധാന്യമാണ് ഇസ്ലാം അധ്വാനത്തിന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ടാവാം, നിങ്ങൾ നോക്കൂ, അമ്പിയാക്കന്മാരെ കുറിച്ച് അവരുടെ ചരിത്രം പഠിച്ചാൽ എല്ലാവരും ഏതെങ്കിലും ജോലി ചെയ്തിരുന്നു. ഇപ്പൊ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം കൃഷി ചെയ്തിരുന്നു എന്നാണ്, കൃഷി ചെയ്തിരുന്നു. അതുപോലെ തന്നെ ആദം നബി ഇദ്രീസ് അലൈഹിസ്സലാം അദ്ദേഹം തുന്നൽ പണി ചെയ്തിരുന്നു എന്നാണ്. നോഹ് നബി അലൈഹിസ്സലാം കപ്പലുണ്ടാക്കിയ കഥ നമുക്കറിയാമല്ലോ. ദാവൂദ് അലൈഹിസ്സലാമും അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത്. മൂസാ നബി അലൈഹിസ്സലാം ആടുകളെ മേയ്ക്കാറുണ്ടായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടിയാണ് കഅബാലയം പടുത്തുയർത്തിയത്, നിർമ്മാണ പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കച്ചവടം ചെയ്തിരുന്നു, ആടിനെ വെച്ചിരുന്നു, ആ നിലയിലൊക്കെ പണിയെടുത്തിരുന്നു. അപ്പൊ അമ്പിയാക്കന്മാരിൽ മിക്കവാറും എല്ലാവരും അവരുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ ജോലി ചെയ്തിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ, പിന്നീട് ഖലീഫമാരായിട്ടുള്ള ആളുകൾ, അവരും ജോലി ചെയ്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തുണിക്കച്ചവടം നടത്തിയിരുന്നു, ഒരു വ്യാപാരിയായിരുന്നു. അതുപോലെ ഉമർ റളിയല്ലാഹു അൻഹു കച്ചവടം ചെയ്തിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹും കച്ചവടം നടത്തിയിരുന്ന ആളാണ്. അലി റളിയല്ലാഹു അൻഹു കൂലിപ്പണിക്ക് പോയിരുന്നു, തോട്ടത്തിലും മറ്റുമൊക്കെ. പിന്നെ ഒരുപാട് സഹാബിമാര്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ബിസിനസ്കാരനായിരുന്നു. അൻസാരികൾ, മദീനയിൽ ഉണ്ടായിരുന്ന ആളുകൾ പൊതുവെ കൃഷിക്കാരായിരുന്നു, അവർ തന്നെ കൃഷിപ്പണി ചെയ്തിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആദ്യകാലത്ത് പള്ളിയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ ജീവിച്ചു. പക്ഷെ അവസാന കാലമായപ്പോൾ അദ്ദേഹവും കാർഷിക വൃത്തികളിൽ ഏർപ്പെട്ടിരുന്നു. ഖബ്ബാബ് ബിൻ അർത്ത് റളിയല്ലാഹു അൻഹു കൊല്ലപ്പണി ചെയ്തിരുന്നു എന്നാണ്, സഹാബിയാണ് അറിയപ്പെടുന്ന. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഈത്തപ്പനയോല കൊണ്ട് പായ, കൊട്ട തുടങ്ങിയ നിർമ്മിച്ചിരുന്ന കൈത്തൊഴിൽ
ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു കന്നുകാലികളെ വളർത്തുകയും കച്ചവടം ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ്. അതായത് അമ്പിയാക്കന്മാർ, മുർസലീങ്ങൾ, അതുപോലെ സഹാബിമാർ, ഖലീഫമാരൊക്കെ പണിയെടുത്ത് ജീവിച്ചിട്ടുണ്ട് എന്ന് കാണാം. ചരിത്രത്തിൽ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലുണ്ട്, അദ്ദേഹം സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിക്കുന്ന ഭക്ഷണമായിരുന്നു കഴിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കുക, കച്ചവടം ചെയ്യുക, കൂലിവേല ചെയ്യുക എന്നതൊക്കെ ഇസ്ലാമിൽ മഹത്വമുള്ള കാര്യമാണ് എന്ന് നാം അറിയണം. ഏത് ജോലിക്കും അതിന്റെ മഹത്വമുണ്ട് എന്ന് മനസ്സിലായല്ലോ. നമ്മൾ പൊതുവെ ആളുകൾക്ക് ചില ജോലി മാത്രം ഇഷ്ടം, ചില ജോലി പറയാൻ മടി, ചില ജോലി ചെയ്യാൻ മാത്രം അവരധ്വാനിക്കും. അങ്ങനെയല്ല. നമുക്ക് സുഖമുള്ള, സൗകര്യമുള്ള, കൂടുതൽ വരുമാനമുള്ള ജോലിക്ക് വേണ്ടി നമുക്ക് അന്വേഷിക്കാം, അതിന്റെ കോഴ്സുകൾ പഠിക്കാം. അതൊക്കെയാണെങ്കിലും ഇന്ന ജോലി മോശമാണ് എന്ന് നമ്മൾ പറയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കതിൽ എല്ലാ ജോലിയും ചെയ്തിരുന്ന ആളുകളെ കാണാം. വലിയ വലിയ ഉലമാക്കൾ അവരും ജോലിയെടുത്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. അതുപോലെ തന്നെ ഇമാമിങ്ങൾ അവരൊക്കെ പണിയെടുത്തിരുന്ന ആളുകളാണ്. അപ്പൊ തൊഴിലിന്റെ മാഹാത്മ്യം നാം ആളുകളെ പഠിപ്പിക്കേണ്ടതുണ്ട്. തൊഴിൽ ചെയ്ത് ജീവിക്കുവാൻ ആളുകൾക്ക് മടി തോന്നിയാൽ, ജീവിത ചെലവുകൾ വർദ്ധിക്കുകയും ചെയ്താൽ പിന്നെ എന്താ ഉണ്ടാവുകയെന്നറിയാം. മെനയാന്ന് വായിച്ച ഒരു ലേഖനത്തിലുണ്ട്, എന്തുകൊണ്ടാണ് നമ്മുടെ യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ ഈ MDM കച്ചവടം, അതുപോലെ ലഹരി പദാർത്ഥങ്ങളുടെ അതിന്റെ വിതരണം ഇതൊക്കെ കൂടി വരുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ്. ആ ലേഖനം എഴുതിയ ആള് പറയുന്നത്, സാധാരണ ജോലി ചെയ്ത് ജീവിച്ചാൽ കിട്ടുന്നതിനേക്കാളേറെ കൂടുതൽ പണം ആഗ്രഹിക്കുക ആളുകൾ, പണത്തോടുള്ള ആസക്തി, അത്യാർത്തി, എന്നിട്ട് ആഡംബര ജീവിതം, ആഡംബര കാറ്, ആഡംബര വീട്, ആഡംബര വസ്ത്രം, ആഡംബരമുള്ള ഭക്ഷണം, അങ്ങനെയുള്ള ഒരു കൾച്ചർ, ഒരു സ്വഭാവം നമ്മുടെ ചെറുപ്പക്കാരിൽ വളർന്നു വന്നു. അപ്പം സാധാരണ പണിയെടുത്താൽ കിട്ടുന്ന പണം മതിയാവില്ല. അങ്ങനെയാണ് മയക്കുമരുന്നുകൾ, ലഹരി പദാർത്ഥങ്ങളൊക്കെ അത് വിതരണം ചെയ്യുന്ന ജോലി ഏറ്റെടുക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ അവരത് ഉപയോഗിക്കാനും തുടങ്ങും. ക്രമേണ അതിനടിപ്പെട്ടു പോകും. പിന്നെ അവർ ആത്മഹത്യ ചെയ്യും, കൊലപാതകം നടത്തും, കവർച്ച ഒക്കെ ഇതുകൊണ്ടുണ്ടാവുന്നതാണ്. അപ്പൊ അവനവന് കഴിയുന്ന പണിയെടുത്ത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. അതാണ് തൊഴിലാളികൾ ചെയ്യേണ്ടത്. തൊഴിലാളികൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു കരാറാണ് ജോലി എന്ന് പറയുന്നത്. അത് മുതലാളിമാരും മനസ്സിലാക്കണം. തൊഴിലുടമയും തൊഴിലാളിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണ് ജോലി എന്ന് പറയുന്നത്. ഇത്ര മണിക്കൂർ ജോലി ചെയ്യണം, ഇന്ന ജോലി പൂർത്തിയാക്കണം, അതിന് ഇത്ര കൂലി തരുന്നതാണ് എന്ന് നിശ്ചയിക്കണം. പണിയെടുത്തോളാൻ പറയാം, നിങ്ങൾ എന്തെങ്കിലും തന്നാ മതി എന്ന് പറയാം. വൈകുന്നേരം പൈസ കൊടുക്കുമ്പോൾ അവിടെ കുഴപ്പമുണ്ടാവുക, അതൊന്നും പാടില്ല. ഇതൊരു കരാറാണ്. യൂഫൂന ബില്ലാഹിദ്, ഖുർആനിൽ കരാർ പാലനത്തെ വളരെ വലിയ സംഗതിയായി പറഞ്ഞിട്ടുണ്ട്. കരാർ ലംഘിക്കാൻ പാടില്ല. ആയാത്തുൽ മുനാഫിഖ് സലാത്ത്, മുനാഫിഖിന്റെ അടയാളം പറഞ്ഞെടുത്ത് കളവ് പറയുക, ആളുകളെ ചതിക്കുക, വാഗ്ദാനം ലംഘിക്കുക, 3 കാര്യം പറഞ്ഞു. അത് വാഗ്ദാനം, അതാണ് ഈ കരാർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് തൊഴിൽ ചെയ്യേണ്ടത്. നമ്മൾ ഇടക്കാലത്തുണ്ടായ ഒരു സ്വഭാവം എന്താണെന്നറിയോ? വർഗസംഘട്ടനം, അതുപോലെ വർഗ സമരം ഒക്കെ വന്നപ്പോഴേ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ ശത്രുക്കളായി. ഒരു ശത്രുത വെറുതെ ഉണ്ടാക്കി. ശത്രുത വേണ്ടല്ലോ. മുതലാളിക്ക് പണമുള്ളതുകൊണ്ടും അദ്ദേഹത്തിന്റെ അടുത്ത് ജോലി ഉള്ളതുകൊണ്ടുമാണ് തൊഴിലാളിക്ക് തൊഴിൽ കിട്ടുന്നത്. തൊഴിലാളിയുടെ കുടുംബം ജീവിക്കുന്നത് തൊഴിൽ ഉടമയ്ക്ക് വ്യവസായവും വാണിജ്യവും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ആരെങ്കിലും ഒരു വ്യവസായം തുടങ്ങിയാൽ പിറ്റേന്ന് തന്നെ അവിടെ സമരം തുടങ്ങിയാലോ? മുതലാളിക്ക് വേറെയും ബിസിനസ് ഉണ്ടാവും. ഈ തൊഴിലാളി എന്ത് ചെയ്യും? ആ തൊഴിലാളി മക്കളും പട്ടിണിയാവും. അതാണ് ഇടക്കാലത്ത് സംഭവിച്ചത്. അപ്പൊ പരസ്പര സ്നേഹം, ബഹുമാനം, ഇഷ്ടം ഒക്കെ തൊഴിലാളികളും തൊഴിൽ ഉടമകളും തമ്മിൽ ഉണ്ടാവണം. ഈ തൊഴിലുടമയുടെ വളർച്ച, അതാണ് എനിക്ക് ഉപകാരപ്പെടുക എന്ന് തൊഴിൽ ചെയ്യുന്നവർ കരുതണം. ഈ തൊഴിലാളിമാർ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് പണമുണ്ടാകുന്നത് എന്ന് തൊഴിൽ ഉടമയും മനസ്സിലാക്കണം. മനുഷ്യപ്പറ്റുള്ള സമീപനം ഉണ്ടാകണം രണ്ടുപേർക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്,
അഅതു അജ്റൽ അജീരി ഖബ്ല അൻ യജിഫ അർഖുഹു. തൊഴിലാളിക്ക് കൂലി കൊടുത്തു കൊള്ളണം ആ തൊഴിലാളിയുടെ വിയർപ്പ് വറ്റുന്നതിന്റെ മുമ്പ് എന്ന്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്. എന്നാണ് പണി കഴിഞ്ഞാൽ കൂലി കൊടുക്കണം എന്നാണ്. ചില ആളുകൾ നാളെ തരാമെന്ന് പറയും, പിന്നെ വാന്ന് പറയും, പിന്നെ ചിലർ കൊടുക്കുകയില്ല, അവസാനം കുറച്ചെന്തെങ്കിലും കൊടുക്കും. അങ്ങനൊന്നുമല്ല. തൊഴിലാളിക്ക് തൊഴിൽ കഴിഞ്ഞാൽ വ്യവസ്ഥ പ്രകാരം അത് ദിവസങ്ങളിലാണോ ആഴ്ചയിലാണോ മാസ ശമ്പളമാണോ എന്താണോ കരാർ, അത് പ്രകാരം കൂലി കൊടുത്തുകൊള്ളണം. ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകളെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ അറിയോ? ഇഖ്വാനുക്കും ഹവലുക്കും ന. ഇവർ ഈ പണിക്കാർ മാത്രമല്ല, അടിമകൾ പോലും അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ് എന്നാ. നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന അവർ നിങ്ങളുടെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത ഭാരമുള്ള പണി അവരെ കൊണ്ട് എടുപ്പിക്കരുത് എന്നാ. ഇനി അങ്ങനെ ഭാരപ്പെട്ട ഒരു പണിയുണ്ടെങ്കിൽ അതിൽ നിങ്ങളും കൂടിക്കൊടുക്കണം എന്നാണ്. മാത്രവുമല്ല അവർക്ക് ആഹാരം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് അലവൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൽപ്പെട്ടതാണ്. അതിനും പുറമെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ജോലി ചെയ്തിരുന്ന ഭൃത്യന്മാരെയൊക്കെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിച്ചിരുന്നു എന്നാണ്. ഓന് ഭക്ഷണം അവിടെ കൊടുക്കുന്നല്ല പറഞ്ഞിരുന്നത്, കൂടെ ഇരുത്തി ഭക്ഷണം കൊടുത്തിരുന്നു എന്ന്. ഈ പറഞ്ഞതിൻ്റെയൊക്കെ ആശയം എന്താണെന്ന് വെച്ചാൽ, തൊഴിലും തൊഴിലാളിയും തൊഴിലുടമകളും തമ്മിൽ ഇസ്ലാമിലുള്ളത് സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും കരാറിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലുള്ള ഊഷ്മളമായ മനോഹരമായ ഒരു ബന്ധമാകുന്നു എന്നതാണ്. ആ നിലയിലാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് എന്ന് മനസ്സിലാക്കണം. ഒരു സംഭവം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻ സമുദായത്തിലുണ്ടായ ഒരു സംഭവം. 3 മനുഷ്യന്മാര് ഒരു ഗുഹയിൽ കുടുങ്ങിപ്പോയത്. സന്ധ്യാനേരമായപ്പോഴേ 3 ആളുകൾ ഒരു ഗുഹയിൽ കയറി കിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ഗുഹാമുഖം ഒരു പാറക്കല്ല് വന്ന് വീണ് അടഞ്ഞുപോയി. രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല. അപ്പൊ അവര് തീരുമാനിച്ചു, ഒരു കാര്യം ചെയ്യാം, നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? അള്ളാഹു തന്നെ തീരുമാനിച്ചാലേ നമ്മൾ രക്ഷപ്പെടൂ. നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും നല്ല അമലുകൾ പറഞ്ഞ് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഓരോരുത്തരും ഓരോന്ന് പറഞ്ഞു. ഒരാൾ മാതാപിതാക്കൾക്ക് പിന്നെ അവർ ഉറങ്ങിപ്പോയപ്പോൾ അവർ ഉണരുന്നത് വരെയും പാലുമായി നിന്ന ആ സംഭവം. എന്നിട്ട് പറഞ്ഞു, പടച്ചവനെ അല്ലാഹുമ്മ ഇൻ കുൻതു ഫഅൽതു ഹാദാ ലിബ്തിഗാഇ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീ. പടച്ചവനെ, ഈ കാര്യം ഞാൻ ചെയ്തത് മാതാപിതാക്കൾക്ക് എന്നും പാല് കൊടുത്തിരുന്ന ഞാൻ ഒരിക്കൽ പാലുമായി വന്നപ്പോൾ അവർ ഉറങ്ങിപ്പോയപ്പം വിളിച്ചുണർത്താനും വയ്യല്ലോ വെച്ച് നേരം പുലരുവോളം ആ പാൽപാത്രവുമായി നിന്നത് അള്ളാഹുവെ നിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ്, അതുകൊണ്ട് ഈ പാറക്കല്ല് ഞങ്ങൾക്ക് നീക്കം ചെയ്യണമെന്ന്. ആ ദുആയുടെ ഫലമായി അത് കുറച്ച് നീങ്ങിയെന്നാണ്. രണ്ടാമത്തെ ആള് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ടായപ്പോൾ, അതായത് സുന്ദരിയായ ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധം നടത്താനുള്ള എല്ലാ അവസരവും ഉണ്ടായി. അതിലേക്ക് എത്തിയപ്പോൾ അവൾ പറഞ്ഞു, ഇത്തഖില്ല, അള്ളാഹുവിനെ സൂക്ഷിക്കണം, ഇത് ഹറാമാണെന്ന് പറഞ്ഞ പടച്ചവനെ നിന്നെ പേടിച്ച് ഞാൻ തിരിച്ചു പോന്നതാണ്, ഇത് നിന്റെ പ്രീതി ആഗ്രഹിച്ച് ചെയ്തതാണ്, അത് മാനിച്ചുകൊണ്ട് അള്ളാഹുവെ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ആ കല്ല് കുറച്ചുകൂടി താന്നു എന്നാണ്. മൂന്നാമത്തെ ആള് പറഞ്ഞത്, അതാണ് ഇവിടെ വിഷയം. മൂന്നാമത്തെ ആള് പറഞ്ഞത്, അയാൾക്ക് കുറെ പണിക്കാരുണ്ടായിരുന്നു, ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന ആളുകൾ. അങ്ങനെ ഒരു തൊഴിലാളി പറയും, ആ പൈസ അവിടെ വെച്ചോളി മുതലാളി, ഞാൻ പിന്നെ വാങ്ങിച്ചോളാം. അങ്ങനെ കുറെ ദിവസം പണിയെടുത്ത് ഇയാള് ആ പൈസ വാങ്ങാതെ പോയി. പിന്നെ അയാളെ ഈ മുതലാളി കണ്ടില്ല. കുറെ കാലം കഴിഞ്ഞിട്ട്, എത്ര കാലം എന്ന് പറഞ്ഞില്ല, കുറെ കാലം കഴിഞ്ഞിട്ട് ഇയാൾ വന്നു. മുതലാളി, അന്നത്തെ കൂലി തരാനുണ്ടല്ലോ, ഞാൻ അത് ചോദിച്ചു വന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ അയാള് പറഞ്ഞു, കുല്ലു മാ തറാ ഹാദാ മിൻ അജ്രിക മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനം. ആ മുതലാളി പറയാണ് തൊഴിലാളിയോട്, നോക്കൂ, അവിടെ കുറെ പശുക്കളും ആടുകളും ഒട്ടകങ്ങളൊക്കെ കണ്ടില്ലേ, ഇത് നിന്റെ അന്നത്തെ കൂലി ഇവിടെ ഉണ്ടായിരുന്നത് ഞാൻ ചെറിയ ചെറിയ ബിസിനസ്സിലിറക്കി വളർത്തി കൊണ്ടുവന്ന അവർക്ക് അതിന്റെ അസല് നിന്റെ പൈസയാണ്, ഒക്കെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, ഒരു ദിവസത്തെ കൂലി അല്ലെങ്കിൽ ഏതാനും ദിവസത്തെ കൂലി മുതലാളിയോട് വാങ്ങാതിരുന്ന പണിക്കാരന്റെ ആ കൂലി അത് അവിടെ കിടന്ന് നശിച്ചു പോവാതെ ഇദ്ദേഹം വളർത്തിയെടുത്തു. ഇപ്പൊ ചില വ്യവസായികളൊക്കെ പറയാറുണ്ട്,
നല്ലതാണ്. എന്റെ വ്യവസായത്തിൽ ഞാൻ ഇത്ര പെർസെന്റേജ് എന്റെ പണിക്കാർക്ക് ഷെയർ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന്. നല്ല മനസ്സാണത്. ചിലപ്പം 10-30 കൊല്ലമൊക്കെ ഒരേ സ്ഥാപനത്തിൽ ആ തൊഴിലിനെയും തൊഴിലുടമയെയും സ്നേഹിച്ച് ബഹുമാനിച്ച് ജോലി ചെയ്ത ആൾക്ക് നൽകുന്ന കൂലിയുടെ മേലെയുള്ള ഒരു ഗിഫ്റ്റായിട്ട് വേണം അത് കാണുന്നത്. അതാണ് ഇവിടെ കണ്ടിട്ടുള്ളത്. ആ കൂലി ഇദ്ദേഹം വളർത്തിയെടുത്ത് ആ പണിക്കാരന് അത് മുഴുവനും, ആ സ്വത്ത് മുഴുവനും തിരിച്ചു കൊടുത്തു എന്നതാണ്. ഇതൊക്കെയാണ് തൊഴിലാളി, മുതലാളി, തൊഴിലുടമ എന്ന വിഷയം ആലോചിക്കുന്ന ഇന്ന് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. നമ്മൾ ആരും ആരെയും പറ്റിക്കരുത്. തൊഴിലാളിയുടെ അവകാശം മുതലാളി നിഷേധിക്കരുത്. മുതലാളിയെ അനാവശ്യമായി കഷ്ടപ്പെടുത്തരുത്. ഒരു സ്ഥാപനവും നശിച്ച് കാണരുത്. എന്ന് നോക്കൂ, ഏതൊരു സ്ഥാപനം വന്നാലും നേർക്ക് നേരെയല്ലാതെയും ഒരുപാട് ആളുകൾ അതുകൊണ്ട് ജീവിക്കുന്നുണ്ടാകും. ഒരുപാട് ആളുകളെ. ഇപ്പൊ ഒരു ചെറിയൊരു സ്ഥാപനം വന്നാൽ നേർക്ക് നേരെ അവിടെ ജോലി ചെയ്യുന്നവര്, അവിടേക്ക് ജോലിക്ക് വേണ്ടി നേർക്ക് നേരെ അല്ലാതെ ജോലി ചെയ്യുന്നവര്, നിങ്ങൾ ഏതെടുത്തു നോക്ക്. എന്തായാലും വ്യവസായശാലയായാലും ഒരു ഷോപ്പിംഗ് മോളായാലും ഒരു ഹോസ്പിറ്റലായാലും ഒരു ബസ് സ്റ്റാൻഡായാലും എന്തൊരു സ്ഥാപനം വന്നാലും അതിന്റെ ഗുണം എല്ലാവർക്കും ഉണ്ടാകും, ചെറിയ നിലക്കോ വലിയ നിലക്കോ. അപ്പൊ ആ നിലയിൽ നമ്മൾ തൊഴിലിന്റെ മഹത്വം കാണണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ബഹുമാനിച്ച സംഗതിയാണ് തൊഴിൽ എന്നത്. അല്ലാഹു തആലയും തൊഴിൽ ചെയ്യാൻ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ള സംഗതികളാണ്. അതുകൊണ്ട് അതിന്റെ മഹത്വം മനസ്സിലാക്കി പരസ്പര സ്നേഹം, ബഹുമാനം നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. الحمد لله رب العالمين والعاقبة للمتقين وصلى الله على نبيه الكريم وعلى آله وصحبه أجمعين اتقوا الله عباد الله. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് വീണ്ടും ഉണർത്തുകയാണ്. നമ്മൾ ബലിപ്പെരുന്നാൾ, ഹജ്ജ് തുടങ്ങിയ കാര്യങ്ങൾ അനുസ്മരിക്കുന്ന സമയമാണിത്. ദുൽഹജ്ജിലേക്ക് എത്താൻ ഇനിയും ദിവസങ്ങളുണ്ട്, ആഴ്ചകളുണ്ട്. എന്നാലും ഇപ്പോൾ പറയേണ്ട ഒരു പ്രധാന കാര്യം ഉളഹിയ്യത്തിനെ സംബന്ധിച്ചാണ്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ഇപ്പോൾ മുതൽക്ക് നമ്മൾ ആലോചിക്കുകയും തയ്യാറാവുകയും ചെയ്താലേ നമുക്ക് ഉളഹിയ്യത്ത് നടത്താൻ പറ്റുള്ളൂ. അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു സുന്നത്താണ്. ഇസ്ലാമിലെ ഒരു ഷിആർ, ഒരു അടയാളമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടപ്പിലാക്കിയതാണ്. 10 കൊല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉളഹിയ്യത്ത് നടത്തിയിട്ടുണ്ട്. സ്വന്തത്തിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും മറ്റാളുകൾക്ക് വേണ്ടിയും. അതുകൊണ്ട് കഴിവുള്ള ആളുകൾ ഉളഹിയ്യത്ത് നടത്താൻ ഇപ്പോൾ മുതൽക്ക് തന്നെ ആലോചിക്കുക. ഉളഹിയ്യത്ത് നടത്തേണ്ടത് ആട്, മാട്, ഒട്ടകം, ഇതാണ് അതിനുപയോഗിക്കുന്ന മൃഗങ്ങൾ. അതിന് യാതൊരു ഐബും ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അതായത് കണ്ണു പൊട്ടിയതാവാൻ പാടില്ല, ചെവി മുറിഞ്ഞതാവാൻ പാടില്ല, രോഗം പിടിച്ചതാവാൻ പാടില്ല, അങ്ങനെയൊന്നും പാടില്ല. നല്ല കാണാൻ ചൊറുക്കുള്ള, ഭംഗിയുള്ള, ആരോഗ്യമുള്ള നല്ല മൃഗത്തെയാണ് അറുക്കേണ്ടത്. അത് അറുക്കേണ്ടത് ആട് ഒരാടിനെ അറുക്കണം. മാട്, അതായത് കാള, പശു, പോത്ത് തുടങ്ങിയവയും ഒട്ടകവും ഒരാളൊന്ന് അറുക്കുന്നത് നന്ന്. എന്നാൽ ആളുകളുടെ കഴിവനുസരിച്ചും ആവശ്യമനുസരിച്ചും 7 ആൾ വരെ അതിൽ ഷെയർ ചേരാവുന്നതാണ്. ഒരു കുടുംബത്തിൽ ഒരാൾ ഉളഹിയ്യത്ത് അറുത്താൽ മതിയാവുന്നതാണ്. അതൊരു ഷെയർ ആയാലും മതിയാവുന്നതാണ്. അങ്ങനെയാണ് ഹദീസുകളിൽ വന്നിട്ടുള്ളത്. ചില സ്ഥലങ്ങളിൽ ഉളഹിയ്യത്ത് അറുക്കാൻ പ്രയാസമുണ്ടാവും, ഷെയറിന് ആളെ കിട്ടാത്തതും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ഉള്ള സ്ഥലത്തേക്ക് കൊടുത്തയക്കാവുന്നതാണ്. അതുപോലെ സ്വന്തം നാട്ടിലാണ് ഇത് ചെയ്യേണ്ടത്. അവിടെ ചെയ്തിട്ടും പിന്നെയും നമുക്ക് ഉളഹിയ്യത്തിന് പണം കൊടുക്കണമെന്നുണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊടുക്കാം. അത് സ്വന്തം പ്രദേശത്തോ നാട്ടിലോ മറ്റ് സംസ്ഥാനങ്ങളിലോ ഒക്കെ ഉളഹിയ്യത്ത് നൽകാവുന്നതാണ്. പക്ഷെ ഒന്നാമത്തെ സ്ഥാനം അവനവന്റെ ചുറ്റുവട്ടത്ത് നാട്ടിൽ തന്നെ അത് ചെയ്യണം എന്നാണ്. അത് ഓരോ വ്യക്തികൾക്ക് ചെയ്യാം, ഒന്നിലധികം വ്യക്തികൾ കൂടി ഇങ്ങനെ ഷെയർ എടുത്ത് അത് ചെയ്യാം. അതുപോലെ തന്നെ മഹല്ല് കമ്മിറ്റികൾക്ക് അത് ഏർപ്പാട് ചെയ്യാം. അതുപോലെ ഇസ്ലാമിക സംഘങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും അത് ക്രമീകരിക്കാം. ഉളഹിയ്യത്തിന് 3 അർത്ഥതലങ്ങളുണ്ട്.
ഒന്ന് തളഹിയത്താണ്. തളഹിയത്ത് എന്ന് പറഞ്ഞാൽ നമുക്കിഷ്ടപ്പെട്ടത് അള്ളാഹുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ മനുഷ്യൻ ഒരു മൃഗത്തെ പോറ്റി വളർത്തി ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് തൊട്ട് തലോടി അങ്ങനെ പോറ്റിക്കൊണ്ടുവന്ന ഒരു മൃഗത്തെ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അറുക്കുമ്പോൾ അതിൽ ഒരു തളഹിയത്തുണ്ട്, ഒരു ബലിയുണ്ട്, ഒരു സമർപ്പണമുണ്ട്. ഇപ്പോഴും നമുക്ക് ആ പറഞ്ഞ ഭാഗം കിട്ടുന്നില്ല. കാരണം അതിന് കഴിയില്ലല്ലോ. അധികം ആളുകൾക്കും ഒരു മൃഗത്തെ കൊണ്ടുവന്ന് പൊറ്റി വളർത്തി കൊണ്ടുവരുവാനുള്ള സാഹചര്യമില്ല. അപ്പൊ നമ്മൾ ചെയ്യാറുള്ളത് ഒരു മൃഗത്തെ അന്നോ തലേ ദിവസമൊക്കെ വിലക്ക് വാങ്ങി അറുക്കും. അവിടെ രണ്ടാമത്തെ വിഷയമാണുള്ളത് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് മാംസാഹാരം കിട്ടുന്നു എന്നത്. അതും വലിയ കാര്യമാണ്. ഇത്രയധികം നല്ല മാംസമാവണമെന്ന് പറഞ്ഞല്ലോ, ആരോഗ്യമുള്ള മൃഗത്തിൻ്റെതാവണമെന്ന് പറഞ്ഞല്ലോ. അതിന് പ്രായവുമുണ്ട്. ഒട്ടകത്തിന് 5 വയസ്സാവണം, മാടിന് 2 വയസ്സാവണം, കോലാടിന് 1 വയസ്സാവണം, നെയ്യാടിന് 6 മാസമാവണം. ഇതൊക്കെ അതിന്റെ പ്രായമാണ്. അപ്പോ ഈ പ്രായമുള്ള നല്ല മാംസം ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആളുകൾക്ക്. ലോകത്ത് അങ്ങനെ ഒരു സിസ്റ്റം നമ്മുടെ ബലിപ്പെരുന്നാളിനും ഹജ്ജിനും അല്ലാതെ ഇല്ല എന്നാണ്. കോടിക്കണക്കിന് രൂപ വില വരുന്ന നല്ല പോഷകാഹാരം ആയിട്ടുള്ള ഈ മാംസം ആളുകൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുക. ഒരു സ്വന്തം തിന്നും, അതുപോലെ സുഹൃത്തുക്കൾക്ക് കൊടുക്കും, ദാനം പാവങ്ങൾക്കും കൊടുക്കും. അത് ചില ആളുകളൊക്കെ അതൊരു ക്രൂരമാണ്, മോശമാണ് എന്ന് ഇപ്പൊ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവർ മനസ്സിലാക്കണം. അത് പറയുന്നവരും ചിക്കനും മട്ടണും ബീഫും ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ ചിക്കനും മട്ടണും ബീഫും ഒക്കെ തയ്യാർ ചെയ്യുന്നത് ആ മൃഗങ്ങളെ കൊന്നിട്ട് തന്നെയാണ്. അല്ലെങ്കിലും ഒരു ജീവിയെയും കൊല്ലാതെ മനുഷ്യനിവിടെ ജീവിക്കാൻ കഴിയില്ല. ഇപ്പൊ വെള്ളം ചൂടാക്കുമ്പോൾ പോലും ഒരുപാട് ജീവികളിൽ ചത്തുപോകുന്നുണ്ട്. ഭൂമി കിളക്കുമ്പോൾ ചത്തുപോകുന്നുണ്ട്. സസ്യങ്ങൾക്ക്, പച്ചക്കറികൾക്ക്, പഴങ്ങൾക്ക് കീടനാശിനികൾ തളിക്കുമ്പോൾ ഒരുപാട് ജീവികൾ ചത്തുപോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ളത് മൃഗങ്ങൾക്കും സസ്യങ്ങൾക്കും ഒക്കെ ജീവനുണ്ട് എന്ന ഒരു പ്രത്യേകതരം ജീവൻ. അപ്പൊ അത് പടച്ചവന്റെ ഒരു നിയമം അങ്ങനെയാണ്. ഒന്നിനെയും ജീവൻ നഷ്ടപ്പെടുത്താതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഇത് ഭക്ഷണമാണ്. മാംസാഹാരം ലോക ജനസംഖ്യയിൽ മഹാഭൂരിപക്ഷ ആളുകളും തിന്നുന്ന ഒരു ആഹാരമാണ്. അത് വിവിധ മതങ്ങളിലും സംസ്കാരങ്ങളിലും നാടുകളിലുള്ള ആളുകൾ തിന്നുന്നുണ്ട്. എന്നാൽ മാംസാഹാരം കഴിക്കാത്തവരുമുണ്ട്. മാംസാഹാരം കഴിച്ചോണമെന്ന് ഇസ്ലാമിൽ നിയമമൊന്നുമില്ല. വെജിറ്റേറിയൻസ് എത്രയോ ആളുകളുണ്ട്. അങ്ങനെയും ആകാവുന്നതാണ്. അപ്പൊ ഈ നിയമങ്ങളൊക്കെ നോക്കി അതിന്റെ സമയത്തിന് ഉളഹിയത്ത് നടത്താൻ നമ്മൾ ശ്രമിക്കണം എന്നുകൂടി സൂചിപ്പിക്കുകയാണ്. ഇത് വേസ്റ്റായി പോകാൻ പാടില്ല, അതും ശ്രദ്ധിക്കണം. വേസ്റ്റ് ആവുന്നിടത്ത് വീണ്ടും വീണ്ടും ഒരേ സ്ഥലത്ത് നമ്മൾ ഈ അറിവ് നടത്തേണ്ടതുമില്ല. ആവശ്യമുള്ള സ്ഥലത്തേക്ക് എത്തിച്ച് കൊടുത്താൽ മതിയാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തുമാക്കി തരണമേ. ദീനനുസരിച്ച് ജീവിക്കുന്ന നല്ല മനുഷ്യരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളും പ്രയാസങ്ങളും നീക്കം ചെയ്ത് തരണമേ. ശാരീരികവും സാമ്പത്തികവും മാനസികവുമായി ക്ലേശങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ എല്ലാ ക്ലേശങ്ങളും പ്രയാസങ്ങളും ദൂരീകരിച്ച് തരണമേ. ഇസ്ലാമും മുസ്ലിം സമൂഹവും അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും ശക്തിയും നൽകി സമൂഹത്തെ അനുഗ്രഹിക്കണമേ. ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും സ്വസ്ഥതയോടും കൂടി ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.